പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ഇങ്ങനെ ദൈവം ഒരു അവസരം ഒരുക്കി തന്നതിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമ്മൾ തുടർമാനമായി 119 സങ്കീർത്തനത്തിൻ്റെ ധ്യാനത്തിലായിരുന്നുവല്ലോ. ഇന്ന് 57 മുതൽ 64 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ദൈവജന കേൾവിയിൽ കൂടെ ഇത് പല പ്രാവശ്യം ഇത് ധ്യാനത്തിലേക്ക് തിരിഞ്ഞ ഒരു സങ്കീർത്തന ഭാഗമാണ്. വചനത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും പലരും മറന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വചനം അത് സന്ധ്യാപ്രാർത്ഥനകളിൽ ധ്യാനിക്കുവാനുള്ളത് ആണ്, അല്ലെങ്കിൽ സുവിശേഷകർക്ക് പ്രസംഗിക്കുവാനുള്ളതാണ് എന്ന ഒരു ചിന്തയിലേക്ക് മാറുമ്പോൾ ദൈവവചനം നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എങ്ങനെ അത് ഉപയോഗിക്കണമെന്നും എങ്ങനെ അത് ധ്യാനിക്കണമെന്നും എങ്ങനെ അത് പാലിക്കണം എന്ന് ദൈവം നമ്മളോട് പറയുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ദൈവവചനം. ദൈവവചനമില്ലാതെ നമുക്ക് ഒരു ജീവിതം ഇല്ല. അത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ് നമ്മൾക്ക് ദൈവവചനം അത് അനുഭവവേദ്യമാക്കി തീർക്കുന്നത് എന്ന് നാം മറന്നു പോകരുത് എന്ന് ഓർപ്പിക്കുന്നു. അതിൻ്റെ 57 വാക്യം. യഹോവേ, നീ എൻ്റെ ഓഹരിയാകുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കും എന്ന് ഞാൻ പറഞ്ഞു. സങ്കീർത്തനക്കാരൻ ആരാണ് എന്ന് നമുക്കറിയുകയില്ല എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സങ്കീർത്തനക്കാരൻ ഏതോ പ്രശ്നത്തിൽ അല്ലെങ്കിൽ പാപത്തിൽ പ്രതിസന്ധികളിലൊക്കെ അകപ്പെട്ട് ദുഷ്ടൻ അവനെ പിടിച്ച ഒരു സാഹചര്യത്തിലാണ് 119 സങ്കീർത്തനം എഴുതപ്പെട്ടത് എന്ന് വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവിടെ പറയാണ്, യഹോവേ, നീ എൻ്റെ ഓഹരിയാകുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വചനം പ്രമാണിക്കുന്നവരുടെ ഓഹരിയാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിൻ്റെ ഓഹരിക്കാരാണോ നമ്മൾ എന്ന് നാം ചിന്തിക്കുമ്പോൾ ഒരു കണ്ടീഷൻ ദൈവം വെക്കുകയാണ്. നാം വചനം പ്രമാണിക്കുന്നവർ ആയിരിക്കണം. വിലാപങ്ങളുടെ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ദൈവവചനം പല ഭാഗങ്ങളിലുമൊക്കെ ദൈവം നമ്മുടെ ഓഹരിയാണ് എന്ന് പറയുന്നത്. ഒരു വാക്യം നമുക്ക് വായിക്കാം. 142 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യം വായിക്കാം. ഒരു വാക്യം, അനേക വാക്യങ്ങളുണ്ട്, എങ്കിലും നമുക്ക് ആ ഒരൊറ്റ വാക്യം വായിക്കാം. കണ്ടോ, ഇവിടെ പറയാണ്, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവ എൻ്റെ ഓഹരിയാണ് എന്ന് പറയാണ് സങ്കീർത്തനക്കാരൻ പറയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ സമ്പത്ത് എനിക്ക് പങ്കുള്ളത് കൊണ്ട് ഞാൻ വചനം പ്രമാണിക്കും. യഹോവ എൻ്റെ ഓഹരി ആയതുകൊണ്ട് ഞാൻ വചനം പ്രമാണിക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് അവർ കനാൻ നാട് പിടിച്ചടക്കിയപ്പോൾ അവർക്കെല്ലാം വീതം വെച്ച്, എല്ലാ ഗോത്രങ്ങൾക്കും വീതം വെച്ച് കൊടുത്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 33-ാം വാക്യം വായിച്ചാൽ. യോശുവയുടെ പുസ്തകം 13:33. ഇവിടെ പറയാണ്, ലേവി ഗോത്രത്തിന് മോശ ഒരു അവകാശവും കൊടുത്തില്ല, അവരുടെ അവകാശം യഹോവയായിരുന്നു എന്ന് കാണുന്നു. അവരുടെ അവകാശം കർത്താവായിരുന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് എല്ലാം വീതം വെച്ച് കൊടുത്തപ്പോൾ ലേവിക്ക് മാത്രം എന്ത് ചെയ്തില്ല? ഒരു അവകാശവും ഒരു ദേശവും അവർക്ക് പ്രത്യേകാൽ കൊടുത്തില്ല. മാത്രമല്ല, ഇസ്രായേൽ ജനം വസിച്ചിരുന്നിടത്ത് 48 സ്ഥലങ്ങളിൽ അവർക്ക് ശുശ്രൂഷിപ്പാനുള്ള സ്ഥലം ദൈവം കൊടുത്തിട്ട് അവർക്ക് പ്രത്യേകാൽ ഒരു വിഭാഗം കൊടുക്കാതെ ഈ ദേശം മുഴുവൻ അവർക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം സ്ഥലം ദൈവം ഒരുക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾക്കുള്ള എല്ലായിടത്തും എന്തുണ്ട്? ഈ ലേവ്യർക്ക് വസിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇത് തന്നെയാണ് ഓരോ ദൈവ പൈതലിനെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് എവിടെയുണ്ടോ അവിടെയെല്ലാം നമുക്ക് അവകാശമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കർത്താവില്ലാത്തിടത്ത് നമുക്ക് ഒരു അവകാശമില്ല. നമുക്ക് കർത്താവിന് കടന്നു ചെല്ലുവാൻ പറ്റുന്ന എല്ലായിടത്തും നമുക്ക് അവകാശമുണ്ട്. ഈ വാക്യം നമ്മൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. നമുക്കറിയാം, ലേവി ശപിക്കപ്പെട്ടവനാണ്, ഇല്ലേ? ലേവിയെ ശപിച്ചതാണ്. എന്നാൽ ലേവി ഒരു സുപ്രഭാതത്തിൽ
കാളക്കുട്ടികളെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാറി നിന്നവനാണ് ലേവി. അങ്ങനെയാണ് ലേവിയെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലൂടെ ദൈവം കൊണ്ടുവരുന്നത്. എന്നിട്ട് ഈ ലേവിക്ക് പൗരോഹിത്യ ശുശ്രൂഷകൾ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിനക്ക് പ്രത്യേകമായ ഒരു അവകാശമില്ല. ഇസ്രായേൽ മക്കൾ വസിക്കുന്നിടത്തെല്ലാം എന്തുണ്ട്? നിനക്ക് അവകാശമുണ്ട്. കാരണം നിന്റെ അവകാശം യഹോവയാണ്. നമുക്ക് അവകാശം എന്താണ്? ഈ ലോകത്തിൽ നമുക്ക് അവകാശം പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലേ? നമുക്ക് വസ്തുക്കളുണ്ട്, നമ്മുടെ സ്വന്തങ്ങളുണ്ട്, നമ്മൾ തലമുറകളായി സമ്പാദിച്ച സമ്പാദ്യങ്ങളുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ ഭർത്താവുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ. ഇതൊക്കെ നമ്മുടെ ഓഹരിയാണ്, ഇതൊക്കെ നമുക്ക് സമ്പത്താണ് എന്ന് നാം പറയുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ സമ്പത്ത് എന്താണ്? യഹോവയായ കർത്താവാണ്. ഈ ലോകത്തിലെ സമ്പത്തുകളൊക്കെ നശിച്ചു പോകും. നമുക്കറിയാം വയനാട്, ഇല്ലേ? ഒറ്റ രാത്രി കൊണ്ട് എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു. എന്നാൽ കർത്താവിനെ അറിഞ്ഞ അതിലാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നിത്യതയിൽ കർത്താവ് അവകാശമായിട്ടുണ്ട്. അല്ലാത്തവർക്കൊന്നുമില്ല. എല്ലാവർക്കും ഈ ഭൂമിയിലുള്ള അവകാശം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ കൂടെ നിത്യതയും നഷ്ടപ്പെട്ടു. എന്താണ് നമ്മുടെ അവകാശം? എന്താണ് നമ്മുടെ ഓഹരി? എന്താണ് നമ്മുടെ ആ ഭാഗം? എന്താണ്? അത് നമ്മുടെ കർത്താവാണ് എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. കർത്താവ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ എൻ്റെ അവകാശമാണ്. 73-ാം സങ്കീർത്തനം, അതിനകത്ത് ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. അദ്ദേഹം ലേവ്യനാണ്. ആസാഫ് ശുശ്രൂഷകനായ ലേവ്യനാണ്. അവൻ പറയാണ്, അതിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയാണ്, നീയല്ലാതെ സ്വർഗത്തിൽ ആരുണ്ട് എന്ന് സങ്കീർത്തനക്കാരനായ ആസാഫ്. നീയല്ലാതെ ഞാൻ ഭൂമിയിൽ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ക്ഷയിച്ചേക്കാം, പക്ഷേ ദൈവം എൻ്റെ ഹൃദയത്തിൽ ശക്തിയും എന്നേക്കും എൻ്റെ ഓഹരിയാണ് എന്ന് പറയാം. നോക്കുക, ഇവിടെ ആസാഫ് ഒരു ലേവ്യനാണ്. അദ്ദേഹം പറയാണ്, ഇനി നീയല്ലാതെ എനിക്ക് സ്വർഗത്തിൽ ആരുണ്ട്? സ്വർഗത്തിൽ നമ്മുടെ കർത്താവുണ്ട്. ആ കർത്താവ് ഇവിടെ നമ്മുടെ ഓഹരി ആണെങ്കിൽ മാത്രമേ സ്വർഗത്തിലും നമ്മുടെ ഓഹരി ആകുകയുള്ളൂ. ഇവിടെ നമുക്ക് കർത്താവിൽ നിന്ന് ഓഹരി ഇല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്കെന്തില്ല? ഓരോഹരിയും നമുക്കില്ല. ഇവിടെ കർത്താവ് ഓഹരിയായവന് മാത്രമേ സ്വർഗത്തിൽ ഓഹരി. അതായത് കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാത്ത ഒരാൾക്കും നിത്യതയിൽ അവകാശമില്ല എന്ന് നാം മനസ്സിലാക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു പുനഃപരിശോധന ആവശ്യമാണ്. കർത്താവേ, നീ എൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ നീയാണോ എൻ്റെ ഓഹരി എന്ന് നാം നമുക്ക് ഓഹരി പലതുണ്ട്, അല്ലേ? നമ്മൾ ഈ ലോകത്ത് പല ഓഹരികൾ, പല ഓഹരി എന്ന് ഉദ്ദേശിക്കുന്നതാ അറിയത്തില്ല. ഓഹരി എന്താ? നമുക്കൊരു ഭാഗമാണ്, അല്ലേ? നമ്മുടെ ഈ വസ്തുവൊക്കെ വീതം വെക്കുമ്പോൾ നമുക്ക് ഈ പിതാക്കന്മാർ, അല്ലേ, വസ്തു വീതം വെക്കുമ്പോൾ ഏറ്റവും നല്ലത് കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കും. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും നല്ല ഓഹരി, ഏറ്റവും നല്ല ഭാഗം, ഏറ്റവും നല്ല വാങ്ങിക്കുവാനാണ് നാം ഈ ലോകത്തിലെ പിതാവിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ഏറ്റവും നല്ല ഓഹരി എന്ത് തന്നെയാണ്? നമ്മുടെ കർത്താവ് തന്നെയാണ്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ നാം ആഗ്രഹിക്കണം. കർത്താവ് നമ്മുടെ ഓഹരി അല്ലെങ്കിൽ നിത്യതയിൽ നമുക്കൊരോഹരിയും നിത്യത പോലും നമുക്കിതില്ല ലഭ്യമായിത്തീരുകയില്ല എന്ന് നാം മനസ്സിലാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഓഹരി യേശുക്രിസ്തുവാണ്. കർത്താവ് നമ്മുടെ ഓഹരിയാണ്. ആ യേശുക്രിസ്തുവിലാണ് നമ്മുടെ എല്ലാ പ്രതിഫലങ്ങളും നൽകുന്നത്. ജ്യേഷ്ഠ അവകാശത്തെക്കുറിച്ച്, ജ്യേഷ്ഠനാണ് എന്തുള്ളത്? അവകാശങ്ങളല്ല, അധികാരങ്ങളല്ല. അങ്ങനെയല്ലേ ജ്യേഷ്ഠന്റെ അവകാശം ആര്? യാക്കോബ് നൈസായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. ഈ ജ്യേഷ്ഠാവകാശമാണ് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം കൂടുതൽ ജ്യേഷ്ഠനാണ്. യേശുക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. അങ്ങനെയൊന്നും കേട്ടിട്ടില്ലെന്നാണ്. യേശുക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. ആ ജ്യേഷ്ഠ സഹോദരന്റെ മേൽ അവകാശത്തിന്റെ ഭാഗം പറയുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ യേശുക്രിസ്തുവിന്മേൽ എല്ലാ അധികാരങ്ങളും എല്ലാ അവകാശങ്ങളും എല്ലാ സ്വത്തുക്കളും കൊടുത്തേക്കുക. ജ്യേഷ്ഠന് കൊടുത്തേക്കുക, യേശുവിന് കൊടുത്തേക്കുക. യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായാൽ മാത്രമേ നമുക്കതിൽ നിന്ന് ഓഹരി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളാണ്.
ഈ കർത്താവ് യഹോവയിൽ നിന്ന് എന്തെങ്കിലും വേണോ, യേശു ക്രിസ്തുവിൽ കൂട്ടവകാശികളായിക്കോണം. കൂട്ടവകാശികളായെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിന്നുള്ള ഓഹരിയും പ്രതിഫലവും നമുക്ക് ലഭ്യമാകും. അതായത് ക്രിസ്തുവിനെ കൂടാതെ മേൽപോട്ട് ആർക്കും പോകുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്, നമ്മൾ നിത്യതയ്ക്ക് ഭാഗമായവരാണ് എന്ന് നാം ചിന്തിക്കുമ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ നാം അറിയാതെ പിശാചിൻ്റെ കൂട്ടവകാശികളായിട്ട് നമ്മളെ തീർത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ കൊടുക്കവാങ്ങലുകളിൽ ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു? പിശാചിൻ്റെ കൂട്ടവകാശികളായി പലപ്പോഴും നാം തീർന്നിട്ടുണ്ട്. അവൻ്റെ കൂട്ടവകാശികളായിട്ടുള്ളവർക്ക് ലഭിക്കുന്നത് നിത്യതയല്ല, നിത്യത തന്നെയാണ്, നിത്യനരകമാണ്. അതുകൊണ്ട് നാം ഒന്ന് പരിശോധിക്കണം. എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളിൽ നിന്ന് മാറിപ്പോയി പിശാചിൻ്റെ കൂട്ടവകാശികളായി തീർന്നോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം. അതുകൊണ്ട് നാം എന്താണ്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ നാം സൂക്ഷിച്ചു പോയിക്കണം, നമ്മുടെ പ്രവർത്തികൾ എല്ലാം നാം സൂക്ഷിച്ചു പോയിക്കണം. നമ്മുടെ നിസാര വാക്കുകളിന്മേൽ പിശാച് നമ്മളെ കൊടുക്കാറുണ്ട്. നമ്മുടെ നിസാരമായ നോട്ടങ്ങളിൽ കൂടെ പിശാച് നമ്മളെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ചെറുതെന്ന് നാം വിചാരിക്കുന്ന പല കാര്യത്തിലും പിശാച് എന്ത് ചെയ്യുന്നു? നമ്മളെ കുടുക്കി അവൻ്റെ കൂട്ടവകാശികളായി. നാം പിശാചിൻ്റെ കൈ എന്തുണ്ട്? നമ്മുടെ തോളത്തുണ്ട്, നമ്മളറിയുന്നില്ല. നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ നടത്തി കഷ്ടം തട്ടി വീഴാൻ നേരത്ത് പിശാചാ പിടിച്ച് ഓനെ തട്ടാടാ വീഴാതെന്നൊക്കെ പറയുന്നത്. വീണ് കഴിഞ്ഞാൽ പ്രശ്നം എന്താ? ഹോ സാത്താനെ എന്നൊക്കെ പറഞ്ഞ് ശാസിക്കും. അതിന് നമ്മളെ വീഴാതെ താഴാതെ എന്ത് ചെയ്യുക? പിശാച് കൊണ്ട് നടക്കുക. നമ്മൾ വിചാരിക്കുക ദൈവമായി നടത്തുന്നെന്ന്. നമ്മൾ പറഞ്ഞു വെച്ച പലതും, നമ്മൾ ചെയ്തു വെച്ച പലതും നമുക്ക് പിശാചിൻ്റെ കൂട്ടവകാശികളാകത്തക്ക രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്. അത്രയ്ക്ക് വലിയ വേന്ദ്രന്മാരാ അല്ലേ വിശ്വാസികളെന്നൊക്കെ പറയാം. നമ്മളെപ്പോലെ കഠിന ഹൃദയർ വേറെ ആരും ഇല്ലെന്നാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം. അത്രയ്ക്ക് കഠിന ഹൃദയരാ നമ്മൾ. പലപ്പോഴും ഈ ലോകത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ എത്ര നല്ല ആളുകളാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞിട്ട് ഈ വചനം കേട്ട് കുറച്ച് കഴിഞ്ഞൊക്കെ ആദ്യം 3-4 വർഷമൊക്കെ നമ്മൾ നല്ല പുള്ളികളായിരുന്നു, എത്ര നല്ല സ്വഭാവം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നമ്മുടെ ഈ വചനം കേട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഹൃദയം കഠിനപ്പെടുക. കാരണം ഈ വചനത്തോട് നമുക്കൊരു ബന്ധമില്ലാതെ, അല്ലെങ്കിൽ അതിന്മേലൊരു അനുസരണമില്ലാതെ, ഒരു ദേവദാസൻ എന്ന് പറയാണ്, നമ്മൾ ഇന്ന ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ അടുത്തിരിക്കുന്ന ആളാണ് പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ നോക്കുകയും പാളി ഒക്കെ നോക്കുകയും മറ്റുള്ളവരെ കണ്ണ് കാണിച്ചൊക്കെ അവരെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കെന്ത് ചെയ്യുന്നില്ല? ഏറ്റെടുക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കഠിനമായി പോയിട്ട് നമ്മൾ വിചാരിക്കുന്നതെല്ലാം എന്താണ്? നമ്മൾ കർത്താവിൻ്റെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഈ പറയുന്നതും എടുക്കുന്നതും എല്ലാം എന്താ? കർത്താവിൻ്റെ പേരിലാണ് നമ്മൾ ഈ പറയുന്നത്. പക്ഷേ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും നീതിപൂർവമായ കാര്യമല്ല, പിശാചിൻ്റെ കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കണം. പിശാചിൻ്റെ കൂട്ടവകാശികളാകരുത്, പിശാചിൻ്റെ ഓഹരിക്കാർ നാം ആകരുത് എന്ന് നാം സത്യസന്ധമായി ഒന്ന് ചിന്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഓഹരിക്കാർ നമ്മളാകുക. അടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇവിടെ പറയാണ്, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു, നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണം. സങ്കീർത്തനക്കാരൻ ഏതോ വലിയ കുറ്റമോ, ആ കുറ്റം കാരണം അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായി കാണാം. ആ തെറ്റിൽ നിൽക്കുന്ന അവൻ ദൈവത്തെ വിളിക്കുന്ന സാഹചര്യമാണ്. നമ്മൾ ഈ സങ്കീർത്തനത്തിൽ പല വാക്യങ്ങളും വായിക്കുമ്പോൾ പാവപ്രവൃത്തിയിലോ ഏതെങ്കിലും പ്രതിസന്ധിയിലോ അവൻ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് അതിനൊരു മനംതിരിവ് സങ്കീർത്തനക്കാരനുണ്ടായി. സങ്കീർത്തനക്കാരൻ പറയാണ്, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, അതായത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നിട്ട് കർത്താവിനോട് അവൻ പൂർണ്ണ ഹൃദയത്തോടെ, കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ, കഴിഞ്ഞ നാളുകളിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എൻ്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകളുണ്ടായി, കർത്താവേ അങ്ങനോട് കൃപയുണ്ടാകണമേ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പറയാണ്. ആ കൃപ എങ്ങനെ ഉണ്ടാകണം? വാഗ്ദാനപ്രകാരം, അങ്ങയുടെ വാഗ്ദാനപ്രകാരം അല്ലെങ്കിൽ അങ്ങയുടെ വചനപ്രകാരം എന്നോട്
കൃപയുണ്ടാകണമേ. നമ്മൾക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ക്ഷമ ചോദിക്കുകയും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കൃപയുള്ളൂ. ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ചോദ്യവും പറച്ചിലും ഉത്തരവും അനുഗ്രഹവും ശിക്ഷയുമെല്ലാം ഈ വചനപ്രകാരമാണ്. വചനമില്ലാതെ നമ്മളോട് ദൈവം ഇടപെടുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇടപെടാതിരിക്കുമ്പോഴാണ് ദൈവദാസന്മാരിൽ കൂടി, പ്രവാചകന്മാരിൽ കൂടെ നമ്മളോട് സംസാരിക്കേണ്ടതായി വരുന്നത്. യഥാർത്ഥമായി നമുക്കറിയാം, ഈ പലരും പറയാറുണ്ട്, ഈ പ്രവാചകന്മാരൊക്കെ വന്നിട്ട് ഈ തലേ കൈവെക്കാത്ത ആൾക്കാർക്ക് അല്ലേ, ചിലവരോടൊക്കെ സ്ഥിരമായിട്ട് വന്ന് തലേ കൈവെക്കും. എന്നാൽ ചിലരോടൊന്നും തലേ കൈവെക്കത്തുമില്ല. അങ്ങനെയുള്ള ആളുകൾ. നമ്മളൊരു സത്യം മനസ്സിലാക്കണം, ദൈവവചനപ്രകാരം നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് ഒരു ദൂതും പറയേണ്ടിയ ആവശ്യം വരുന്നില്ല. എന്നോട് വന്ന ഒരാൾ പറയാണ്, അടുത്ത ആഴ്ച നിങ്ങൾക്ക് വലിയൊരു അപകടം നേരിടുന്നു എന്ന് പറയാം. ഞാൻ പറയാം, കർത്താവ് വരുത്തുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ പുള്ളി ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പ്രാർത്ഥനയൊക്കെ നടത്തിയേക്കാം, ഒരു ഉപവാസമൊക്കെ നടത്തിയേക്കാം എന്നുള്ള മട്ടിലാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഇത് കർത്താവ് വരുത്താണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് മറുപടി ഉണ്ടോ? ഇല്ല. അപ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം ദൈവം നമ്മളോട് സംസാരിക്കുന്നതും എടുക്കുന്നതും. അനുഗ്രഹവും ശിക്ഷകളും ബാലശിക്ഷകളെല്ലാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. വചനമില്ലാതെ ഒന്നുമില്ല. ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെടണം. ദൈവവചനത്താൽ നാം ജീവിക്കണം. അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ യാചിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുറ്റങ്ങൾ, നമുക്ക് തെറ്റുപറ്റും. മനുഷ്യനല്ലേ, നമുക്ക് തെറ്റുപറ്റാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. നമ്മളെല്ലാം കുറ്റമുള്ളവരാണ്. നമുക്കെല്ലാം തെറ്റും കുറ്റവും ഒക്കെ ഉള്ളവരാണ്. അതിനകത്ത് നമ്മൾ പരസ്പരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെക്കാൾ വലുത് മറ്റൊരാളായിരിക്കും. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ കുറ്റങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നമ്മൾ തുറന്ന് സംസാരിക്കണം. ദൈവത്തോട് തുറന്ന് പൂർണ്ണ ഹൃദയത്തോടെ. നമ്മളറിയാം, നമ്മളൊരു ജഡ്ജിയുടെ മുമ്പിൽ തെറ്റുപറ്റിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞാൽ ശിക്ഷ കിട്ടും. പക്ഷേ നമുക്കതിൻ്റെ അകത്തൊരു ഇളവ് പ്രതീക്ഷിക്കാം, അല്ലേ? നമ്മുടെ തെറ്റുകൾക്ക് ആ വലിയ കഠിനതയിൽ നിന്ന് ഒരു ചെറിയ ഇളവ് ജഡ്ജിയിൽ നിന്ന്, എല്ലാ ജഡ്ജിമാർക്കും ഉണ്ടാകത്തില്ല എങ്കിലും ചിലവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കാം. ഇതുപോലെ അങ്ങനെ ഈ ലോകത്തിലെ ജഡ്ജിമാരിൽ നിന്ന്, ചിലരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുവാൻ നമുക്ക് വകയുണ്ടെങ്കിൽ, സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് യേശു ക്രിസ്തുവിൽ നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിക്കും. നമ്മുടെ കർത്താവ് കൃപയുള്ളവനാണ്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് കൃപ പകരുന്നവനാണ്. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വചനപ്രകാരം പൂർണ്ണ ഹൃദയത്തോടെ നാം ചോദിക്കുന്നുവെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ നിന്ന് നമുക്ക് മറുപടി ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മുടെ ഓഹരിയാണ് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ട് കർത്താവിനോട് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുക. വചനപ്രകാരം എന്നെ നടത്തണമേ, വചനപ്രകാരം എനിക്കതിന് മറുപടി ഉണ്ടാകണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ട് അടുത്ത വാക്യം ചേട്ടെ, അടുത്ത വാക്യം പറയാണ്. ഇവിടെ പറയാണ്, ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ചു. അതായത് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക്, ഞാൻ പോകുന്ന വഴികളെക്കുറിച്ച്, ഈ സാധാരണ വഴിയെക്കുറിച്ചല്ല, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് എൻ്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. അതായത് ഞാൻ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ നിന്നിലേക്ക്, നിന്റെ വചനത്തിലേക്ക് എൻ്റെ കാലുകളെ തിരിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളി ആ വഴിയിലല്ലായിരുന്നു എന്നാണ് നാം ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുക. സങ്കീർത്തനക്കാരൻ മറ്റേതോ വഴിയിലായിരുന്നു. എന്നാൽ സങ്കീർത്തനക്കാരൻ തൻ്റെ വഴി, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിച്ചിട്ട്, ഞാൻ പോകേണ്ടുന്ന വഴിയിലല്ല ഞാൻ പോകുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ വിചാരിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? കാലുകളെ തൻ്റെ വചനത്തിലേക്ക്, തൻ്റെ പാതയെ വചനത്തിലേക്ക്. ചിലരൊക്കെ വഴി തെറ്റി പോകാറുണ്ടല്ലേ? നമുക്കെല്ലാം വഴി തെറ്റുന്ന പല ഘട്ടങ്ങളുണ്ട്. പോയ വഴിയാണേലും ചിലപ്പോൾ തെറ്റും, അല്ലേ? ഇപ്പം ഗൂഗിൾ മാപ്പുണ്ട്, അത് അതിനേക്കാളും വലിയ. കഴിഞ്ഞ ദിവസം കണ്ടൊരു വഴിയില്ലാത്തടത്തോ പാലത്തിലോ കണ്ടി വന്നൊരു കാറ് മറിഞ്ഞ് കിടക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കണം. വഴി തെറ്റും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വഴി തെറ്റിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാറില്ല. നമ്മളീ പോകുന്ന വഴി, നമ്മൾ ചെയ്യുന്ന ഈ ദൈവമക്കളുടെ ഒക്കെ ഒരു വലിയ പ്രശ്നം,
നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണെന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. നമ്മൾ പറയുന്ന എല്ലാം ശരിയാണെന്നൊരു ധാരണ നമുക്കുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ശരിയാണെന്ന് നമുക്കൊരു ധാരണ. നാം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട്, കർത്താവേ, ഞാൻ ഈ പോകുന്ന വഴി തന്നെയാണോ ശരി? ഇല്ലേ? ദൈവത്തിൻ്റെ വഴി അതല്ല. ദൈവത്തിൻ്റെ വഴി ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാപ്പ് ചോദിക്കലിൻ്റെയും ഒക്കെയുള്ള വഴിയാണ്. നമ്മുടെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പലർക്കും ഉണ്ടാകുന്ന ദൈവവചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ ചിലരുടെ ഹൃദയം കഠിനമാകും, ചിലരുടെ ഹൃദയം തകർന്നു തരിപ്പണമാകുമ്പോൾ നിലവിളിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നിലവിളി, കർത്താവേ, ഞാൻ ഈ വഴിയിൽ തന്നെയാണോ പോകുന്നത് എന്ന് ഒരു ആത്മപരിശോധന ചെയ്തില്ലെങ്കിൽ നമ്മുടെ വഴി നമ്മൾ അവസാനമേ മനസ്സിലാകത്തുള്ളൂ നമ്മുടെ വഴി തെറ്റായിരുന്നു എന്ന്. ക്രിസ്തു എന്ന ലക്ഷ്യം നോക്കിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ ആ ലക്ഷ്യം വെച്ചിട്ട് അങ്ങോട്ട് തന്നെയാണ് എന്ന് ഉറപ്പിച്ചിട്ട് നമ്മൾ പിന്നെ കണ്ണു അടച്ചങ്ങ് നടക്കുക. എന്നാൽ അങ്ങനെയല്ല. ഓരോ നിമിഷവും നാം പരിശോധിക്കണം. കർത്താവേ, പരിശുദ്ധാത്മാവിൽ കൂടെ എന്നെ സംസാരിക്കണമേ, വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമേ, കർത്താവേ, നീ എന്നോട് തന്നെ സംസാരിക്കണമേ. ഇങ്ങനെ പല രീതികളിൽ, അല്ലെങ്കിൽ ദർശനത്തിൽ കൂടെ, ഇങ്ങനെ പല വഴികളിൽ കൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാൻ കഴിയും. കർത്താവേ, എന്നോട് അങ്ങ് സംസാരിക്കണമേ, ഞാൻ എൻ്റെ വഴിയിൽ തന്നെയാണോ പോകുന്നത് എന്ന് ഒരു പുനഃപരിശോധന നമുക്ക് ആവശ്യമാണ്. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഞാൻ വായിക്കാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പി, നിങ്ങളെ തന്നെ ശോധന. അതായത് നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ പോകുന്നത് എന്ന് കൊരിന്ത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ തന്നെയാണോ പോകുന്നത്? കൊരിന്ത്യ സഭയിൽ നമുക്കറിയാം, പാട്ടിന് പാട്ട്, അന്യഭാഷയ്ക്ക് അന്യഭാഷ, എല്ലാ കൃപാവരങ്ങളുമുള്ള സഭയാണ് കൊരിന്ത്യ സഭ. ആ കൊരിന്ത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കണം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. എല്ലാ കൃപാവരങ്ങളും പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ ജീവിക്കുന്നത്, വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ശോധന. അപ്പോൾ നോക്കുക, നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പരിശോധനാ വിധേയമാകണം. അത് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ തന്നെ അല്ല പോകുന്നത്, അല്ലെങ്കിൽ വചനം നമ്മളോട് ഇടപെടും. വചനം വായിക്കുമ്പോൾ, ദൈവദാസന്മാർ സംസാരിക്കുമ്പോഴൊക്കെ നമ്മളോട് ഇടപെടാറുണ്ട്. ആ ഇടപെടലുകളെ നാം തട്ടിത്തകർത്ത് കളയരുത്, തട്ടി മാറ്റി നമ്മൾ അവഗണിച്ചു പോകരുത്. പലപ്പോഴും ദൈവവചനം കേൾക്കുമ്പോൾ അവഗണിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും ദൈവദാസന്മാരെ മുൻവിധിയോടെ നോക്കിയിട്ട് അവഗണിക്കുന്നവരുണ്ട്. പലരും ചെറുപ്പക്കാരായിരിക്കാം, അവരെ അവഗണിക്കുന്നവരുണ്ട്, പ്രായമുള്ളവരുണ്ട്. ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോൾ എല്ലാവരോടും ഒരു നേരത്തായിരിക്കണമെന്നില്ല. പലരോടും ഇടപെടുന്നത് വ്യത്യസ്ത ഘട്ടങ്ങളിലാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം ഒരു പുനഃപരിശോധന ആവശ്യമാണ്. നമ്മൾ ആ പുനഃപരിശോധനയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ക്രിസ്തുയേശുവിലാണ്, ഞാൻ വചനത്തിന് അനുസൃതമായ ഫലം കായ്ക്കുന്നുണ്ട്. ഓരോ വിശ്വാസിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഫലമണിയുക എന്നുള്ള പ്രവൃത്തിയാണ്. ഫലമണിയുന്നില്ലെങ്കിൽ, നമ്മളോട് സംസാരിക്കുന്നവനോട് മധുരതരമായ ഒരു വാക്ക് നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവെന്താ? നമ്മുടെ സംസാരങ്ങളൊക്കെ മറ്റുള്ള മനുഷ്യൻ്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് പോരുന്നവരാണ് പലപ്പോഴും നമ്മളിൽ ഓരോരുത്തർ. എന്നാൽ അങ്ങനെ ആകരുത്. നമ്മൾക്കൊരു പുനഃപരിശോധന ആവശ്യമാണ്. പറഞ്ഞു കഴിയുന്ന വാക്കുകളെ തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ അതിന് ഘനമേറിയതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടാകണം. മറ്റുള്ളവനോട് നമ്മൾ പറയുന്ന വാക്ക്, അത് ഭർത്താവിനോടായിക്കോട്ടെ, മക്കളോടായിക്കോട്ടെ, ആരോടുമായിക്കോട്ടെ, സഹോദരങ്ങളോടായിക്കോട്ടെ, മാതാപിതാക്കളോടായിക്കോട്ടെ, സഹവിശ്വാസികളായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, നമ്മൾ മറ്റു പോകുന്ന സ്ഥലങ്ങളിലായിക്കോട്ടെ, നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം. മറ്റുള്ളവന് വേദനിപ്പിക്കുന്ന ഒരു വാക്കുകൾ നാം പറയരുത്. മറ്റുള്ളവന് വേദനിപ്പിക്കുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് വലിയ സന്തോഷമൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളിൽ നിന്ന് നല്ല ഫലമാണ് പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നത്. പ്രധാനമായും സ്നേഹത്തിലാണ് എല്ലാ ഫലങ്ങളും അങ്ങനെ നിൽക്കുന്നത്. ക്രിസ്തുയേശുവിൽ കൂടെ നല്ല ഫലം കായ്ക്കുക എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് വായിച്ചാട്ടെ. നിന്റെ കൽപ്പനകളെ സങ്കീർത്തനക്കാരൻ പ്രതിസന്ധിയിൽ നിന്ന് വന്ന് ദൈവത്തോട് ക്ഷമ ചോദിച്ചു. എല്ലാ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ഞാൻ
പെട്ടെന്ന് റെഡിയാകുന്നു, അല്ലെങ്കിൽ അത് താമസം വരുത്താതെ അത് അനുസരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ ഓരോ ദൈവമക്കളും നമുക്കറിയാം, നമ്മൾ പിതാക്കന്മാരെ, ബൈബിളിലെ പിതാക്കന്മാരെ ഒക്കെ എടുക്കുമ്പോൾ അവർ ദൈവവചനം അനുസരിക്കുന്നതിന് കാലതാമസം വരുത്തിയവരല്ല. താമസം വരുത്തിയവരുണ്ട്, അപൂർവം ചില ആൾക്കാരുണ്ട്, അപൂർവം ചില സന്ദർഭങ്ങളുണ്ട്. പക്ഷേ എന്താണ്, അവർ ദൈവവചനം പാലിക്കുവാൻ തക്കണം. നമുക്കറിയാം, അബ്രഹാമിന് മോനെ എന്ത് ചെയ്തു? യാഗമായിക്കാൻ പറഞ്ഞു. കർത്താവെ, അടുത്ത ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചകളൊക്കെ കഴിഞ്ഞോട്ടെ, മഴക്കാലമൊക്കെ ഒന്ന് മാറിക്കോട്ടെ, ആ പർവ്വതത്തിന് മുകളിലോട്ട് കയറുമ്പോൾ ഇച്ചിരി തണുപ്പൊക്കെ അല്ലേ, നമുക്ക് ആ ഒരു സമയം ഒന്ന് മാറി, തീയൊക്കെ ചിലപ്പോൾ കത്താനൊക്കെ ഞാൻ കഴിക്കേണ്ടിയല്ലേ, തീ കത്താൻ ചിലപ്പോൾ താമസം വരും, മഞ്ഞുവീഴ്ചയൊക്കെ ഉള്ള എന്നൊന്നും എന്ത് ചെയ്തില്ല, അബ്രഹാം പറഞ്ഞില്ല. അബ്രഹാം ഭാര്യയെ പോലും സാറായിയോട് പോലും പറയാതെ പെട്ടെന്ന് മകനെ യാഗം ഒഴിപ്പിക്കാൻ. നോഹയോട് ദൈവം പറഞ്ഞു പെട്ടകം ഉണ്ടാക്കാൻ. ആൾക്കാർ കളിയാക്കും, ആൾക്കാർ എന്നെ പരിഹസിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ കളിയാക്കും എന്നൊന്നും ഇതില്ല. നോഹ പറഞ്ഞില്ല. അതുവരെ പെയ്യാത്ത മഴ പെയ്യുമെന്ന് പറഞ്ഞ് അവൻ പ്രസംഗിച്ചു. വലിയ പ്രളയമുണ്ടാകും, മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. നോക്കുക, താമസം വരുത്തരുത്. ദൈവം നമ്മളോട് പറയുന്നതിന് താമസം വരുത്തരുത്. ദൈവം നമ്മളോട് ചെയ്യുവാൻ പറയുന്നത് നാം അടികൂടാതെ പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമ്മൾ റെഡിയാകണം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയാണ്. നമ്മൾക്ക് അറിയാം, അപ്പോസ്തല പ്രവർത്തികൾ മുതൽ വായിക്കുമ്പോൾ എല്ലാം നമുക്ക് ഉടനടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നാം എന്ത് ചെയ്യണം? അത് ചെയ്യണം. മടിക്കരുത്. മടിയനെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. മടിയനെ ദൈവം ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഈ മടിയന്മാർ. ഈ അനുസരണക്കേടിന് തുല്യമാണ് നാം താമസിച്ചു ചെയ്യുന്ന അനുസരണം. അനുസരണക്കേടിന് തുല്യമാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ പാപം ചെയ്യുവാൻ വലിയ വ്യഗ്രത കൂട്ടും. പാപം പെട്ടെന്ന് ചെയ്യാനായിട്ട് മനുഷ്യൻ പെട്ടെന്ന് ചെയ്യും പാപം. പക്ഷേ ദൈവിക കൽപ്പനകൾ മനുഷ്യൻ വലിയ കാലതാമസം നേരിടും. എന്നാൽ സങ്കീർത്തനക്കാരനോട് പറയാണ്, ഞാൻ അതിന് അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാൻ ഞാൻ ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ അതിന് തിടുക്കം കൂട്ടുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. മാത്രമല്ല, സങ്കീർത്തനക്കാരൻ മറ്റൊരു കാര്യം കൂടെ പറയാണ്. എൻ്റെ 61-ാം വാക്യത്തിൽ, ദുഷ്ടന്മാരുടെ കയറുകൾ എന്നെ ചുറ്റിയിരിക്കുന്നു, പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുകയില്ല. ദുഷ്ടന്മാർ എന്നെ വളഞ്ഞിട്ട് പിടിച്ചിരിക്കുകയാണ്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഞാൻ നിന്റെ കൽപ്പനകളെ മറക്കുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ കൽപ്പനകളെ മറക്കുന്നവരാണ് നാം എങ്കിൽ നാം ഈ വാക്യ സങ്കീർത്തനക്കാരനോട് ചേർന്നൊന്ന് ചിന്തിക്കണം. ദുഷ്ടന്മാർ എന്നെ പിടിച്ചിരിക്കുന്നു, പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിന്റെ പ്രമാണത്തെ മറക്കുന്നില്ല. എനിക്ക് ദോഷകരമായ കാര്യങ്ങളൊക്കെ എന്നിലുണ്ട്, എന്നെ ശത്രു വരിഞ്ഞു കെട്ടിയിരിക്കുന്നു, പക്ഷേ എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളെ മറക്കുന്നില്ല. നമുക്കറിയാം, ഈ ലോകത്ത് ദുഷ്ടതയും അടിച്ചമർത്തലുകളും ഒക്കെ ഉള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ആ പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ ദൈവവചനം അത് ധ്യാനിക്കണമെന്നും അത് മറക്കാതെ പോകരുതും എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. സങ്കീർത്തനക്കാരനെ സംബന്ധിച്ച് അവനൊരു പ്രതിസന്ധിയിലേക്ക് പോയി എങ്കിലും അവൻ പറയാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അവൻ മറക്കുന്നില്ല എന്നാണ് സങ്കീർത്തനക്കാരനോട് പറയുന്നത്. അപ്പോൾ നമുക്കെതിരെ എപ്പോഴും നിങ്ങളൊരു ദൈവ പൈതലാണോ, ഒരു ദൈവ മക്കളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കെതിരെ ദുഷ്ടന്റെ പാശങ്ങളുണ്ട്, ദുഷ്ടന്റെ കയറുകളുണ്ട്. ആ ദുഷ്ടൻ നമ്മളെ വരിഞ്ഞു മുറുക്കി കെട്ടുന്ന അനേകം സന്ദർഭങ്ങളുണ്ട്. എന്തിനു വേണ്ടി? നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുവാനാണ് പിശാച് അപ്രകാരം ചെയ്യുന്നത്. എന്നാൽ നാം അവിടെ ദൈവത്തെ മറന്നു പോകരുത്, ദൈവിക കൽപ്പനകളെ മറന്നു പോകരുത്. ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയാലും എന്നെ കർത്താവ് വിടുവിക്കും എന്ന ഒരു വിശ്വാസം ദൈവവചനത്തിൽ അടിസ്ഥാനമായി നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾക്ക് ദൈവവചനത്തെ മറക്കാതെ ആ പ്രതിസന്ധികളെ മറികടക്കുവാൻ കഴിയും. 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടും. കൂരിരിൻ്റെ താഴ്വര എനിക്കുണ്ട്, കാരണം ഞാൻ ഭയപ്പെടുന്നില്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം. ഇത് തന്നെയാണ്, അത് ദൈവവചനത്തിൻ്റെ വിശ്വാസമാണ്, ദൈവം നമ്മൾക്ക് തരുന്ന വിശ്വാസമാണ്. അതിൽ ഉറച്ചു നിൽക്കണം എന്ന് ദൈവവചനം പറയുന്നു. അപ്പോഴും
ദൈവവചനം നമ്മ മറന്നു പോകരുത്. ദൈവവചനം മറന്നു പോകുന്നുവെങ്കിൽ എന്നേക്കുമായി ശത്രുവിൻ്റെ ഈ പാശങ്ങൾ, അല്ലെങ്കിൽ ശത്രുവിൻ്റെ ഈ കയറുകൾ, ശത്രുവിൻ്റെ ഈ ബന്ധനങ്ങൾ നമുക്ക് പൂർണ്ണമായി വന്ന് നമ്മളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം സാധിക്കുന്നു. കീർത്തനക്കാരൻ പറയാണ്, ഞാൻ എന്ത് ചെയ്യും? അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതിൻ്റെ 62-ാം വാക്യം, അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കും. ഒരു ഭക്തന്റെ സ്വഭാവമാണ് രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. പലപ്പോഴും നമുക്കതിന് സൗകര്യം ലഭ്യമാവുന്നില്ലെങ്കിലും ദൈവം നമ്മൾക്ക് അങ്ങനെ ഒരു ബോധ്യം തരികയാണെങ്കിൽ, ഞാൻ രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കും എന്നൊരു ബോധ്യം തരികയാണെങ്കിൽ, തീർച്ചയായും അതൊരു നല്ല സ്വഭാവ ഗുണമാണ്. നമ്മുടെ പകലുകളെ വിശുദ്ധീകരിക്കുവാൻ രാത്രിയിൽ കർത്താവിനോടുകൂടെ നിൽക്കുന്നത് വളരെ അഭികാമ്യമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾക്കൊരു കൈത്തോടെ ചാടിക്കിടക്കുവാൻ, നമുക്കൊരു തോടുണ്ട്, ചാടിക്കിടക്കാൻ നമ്മൾ ചെന്നിട്ട് പെയ്യം കൊണ്ട് ചാടുകയാണോ? അല്ല, നമ്മൾ പുറകോട്ടൊന്ന് ആഞ്ഞിട്ടാണ് ആ കൈത്തോടൊന്ന് ചാടിക്കിടക്കുന്നത്. ഇന്ന് പറഞ്ഞതുപോലെ പകൽ നമ്മൾക്ക് അനുഗ്രഹമായി ജീവിക്കുവാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ രാത്രികാലങ്ങളിൽ ഒരു പിന്നോക്കം പോകുന്നത് നല്ലത്. നമ്മുടെ കർത്താവ് രാത്രികാലങ്ങളിൽ എന്ത് ചെയ്തു? പിൻവാങ്ങിപ്പോയി എന്ന് കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുവാൻ ഒന്ന് പിൻവാങ്ങി. എപ്പോഴും ഒരു പിൻവാങ്ങൽ, പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു പിൻവാങ്ങൽ, മറ്റൊന്നിനും പിൻവാങ്ങരുത്. പ്രാർത്ഥിക്കുവാൻ വേണ്ടി തിരക്കുകളുടെ ഇടയിൽ നിന്ന്, ബഹളങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. നമ്മുടെ പകലുകളെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം, നമ്മൾക്ക് നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്കൊരു ഊർജം തരുന്നതാണ് രാത്രിയിലെ പ്രാർത്ഥന. ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയാണ്, അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് നിനക്ക് നന്ദി പറയും. ആ രാത്രി എന്ന് മറ്റൊരർത്ഥം കൂടെ നമുക്ക് ചിന്തിക്കാം. രാത്രി എന്നുള്ളത് പ്രതിസന്ധികളുടെ സമയമാണ്, പ്രശ്നങ്ങളുടെ സമയമാണ് രാത്രി. ആ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് തളർന്നിരുന്ന് എലിയാവിനെ പോലെ ഒളിച്ചോടി ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നാം എന്ത് ചെയ്യണം? നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉണരാതെ ഹല്ലേലൂയ നാം ഇരിക്കുന്നുവെങ്കിൽ പകലിലത്തെ ഉണർവ് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നാം ഉണരുക. പകലത്തെ ഉണർവിനു വേണ്ടി, പകലത്തെ നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി നാം രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനായി ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സമയം പോലെ 63-ാം വാക്യം കൂടെ വായിച്ചു നോക്കുക. നിന്റെ പ്രമാണങ്ങളെ അതായത് നിന്റെ വചനങ്ങളെ അനുസരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് എൻ്റെ കൂട്ടുകാർ എന്നാണ് സങ്കീർത്തകൻ. നമുക്ക് ഒരുപാട് പരിചയക്കാരുണ്ട് അല്ലേ? നമുക്ക് ദൈവമക്കളും അല്ലാത്തവരുമായൊക്കെ പരിചയക്കാരുണ്ട്. പക്ഷേ നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ ആര്? നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ ആരാണ് എന്നറിഞ്ഞാൽ നമ്മുടെ സ്വഭാവം പിടിക്കും ഇല്ലേ? നമ്മൾ ജോലി സ്ഥലത്ത്, നമ്മുടെ അയൽപക്കങ്ങളിലൊക്കെ നമുക്ക് കൂട്ടുകാരുണ്ട്. എന്നാൽ നമ്മുടെ കൂട്ടുകാരനെ നാം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം ഒന്ന് ചിന്തിക്കണം. നമ്മുടെ സ്നേഹിതൻ ദൈവത്തിൻ്റെ സ്നേഹിതനെ ആയിരിക്കണം എന്ന് നാം ഒരു കണ്ടീഷൻ വെക്കുക. നമ്മുടെ സ്നേഹിതൻ ആരായിരിക്കണം? ദൈവത്തെ സ്നേഹിക്കുന്നവൻ, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദൈവിക കൽപ്പനകളെ പാലിക്കുന്നവനായിരിക്കണം നമ്മുടെ സ്നേഹിതൻ എന്ന് നാം തീർച്ചപ്പെടുത്തി അങ്ങനെയുള്ള സ്നേഹിതരെ നമുക്ക് ഒരുപാട് സ്നേഹിതന്മാരുണ്ട്. പക്ഷേ ഏറ്റവും അടുത്ത സ്നേഹിതൻ ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനും, ദൈവത്തെ ഭയമില്ലാത്തവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധികളിലേക്ക് നമുക്ക് പോകും. അതുകൊണ്ട് ആ സ്നേഹിതൻ നമ്മുടെ ഭാരങ്ങളിൽ നമുക്ക് വേണ്ടി കൂടെ ഉണ്ടായിരിക്കുന്നവനാണ്. ആ ഭാരങ്ങളിൽ നമ്മുടെ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവനായിരിക്കണം നമ്മുടെ സ്നേഹിതൻ. അബ്രഹാമിനെ ദൈവം സ്നേഹിതൻ എന്നാണ് വിളിക്കുന്നത്. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. അബ്രഹാമിന് ദൈവത്തിൻ്റെ സ്നേഹിതനാണെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും അബ്രഹാമിൽ കൂടെ ആ അവകാശമുണ്ട്. അബ്രഹാമിനെ പോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹിതനായി തീരുവാൻ തക്കവണ്ണം നമുക്കും സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യം വായിച്ചാട്ടെ. നോക്കുക, ഇവിടെ പറയാണ്, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതർ എന്ന് വിളിക്കും. നോക്കുക, ശിഷ്യന്മാരെ വിളിക്കുന്നത് സ്നേഹിതൻ എന്നാണ്. എന്തുകൊണ്ട് അവർ സ്നേഹിതന്മാരായി? അവർ കർത്താവിൻ്റെ ശിഷ്യന്മാരായതുകൊണ്ട് സ്നേഹിതന്മാരായി.
നമ്മളും കർത്താവിൻ്റെ സ്നേഹിതനാകുന്നു എങ്കിൽ നമ്മൾ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിതരാകും. ക്രിസ്തുവിൻ്റെ സ്നേഹിതരല്ലാത്തവരൊന്നും നമുക്ക് ആവശ്യമില്ല. ക്രിസ്തുവിൻ്റെ ലോകത്ത് ഒരുപാട് സ്നേഹിതന്മാരുണ്ട് എന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിത വലയത്തിൽ നമ്മൾ ക്രിസ്തുവിനെ അനുസരിക്കുന്നവരുണ്ടാകണം. അവരോട് വേണം നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ, അവരോട് വേണം നമ്മുടെ ഭാരങ്ങൾ നമ്മളൊന്ന് ഷെയർ ചെയ്യുവാൻ, അവരോട് വേണം നമുക്ക് ഏറ്റവും സീക്രട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ. കാരണം അവർ നമ്മുടെ ആ ഭാരം മനസ്സിലാക്കി നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾക്കൊരു കൈത്താങ്ങൽ സഹായം ചെയ്യുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിതർ എന്ന് വിളിക്കും. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുന്നിടത്ത് എല്ലായിടത്തും ആ ഒരു വാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിതർ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ 15-9 വായിക്കുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. അതായത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് വസിക്കണം. അങ്ങനെ നാം പരസ്പരം സ്നേഹിതന്മാരാകണം, ആത്മസ്നേഹിതർ നമുക്കുണ്ടാകണം. അവർ ക്രിസ്തുവിനെ അറിയുന്നവരായിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നാം നമ്മുടെ സ്നേഹിതരെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്, ആരൊക്കെയുണ്ട് നമ്മുടെ സ്നേഹിതർ? ദൈവമക്കളുമായിട്ടൊന്നും യാതൊരു സ്നേഹമില്ലാത്ത ഒരുപാട് പേരുണ്ട്, അല്ലേ? നമ്മുടെ സ്നേഹിതരെക്കുറിച്ച് കുറ്റം പറയുന്ന ആളുകൾ, അല്ലേ? നമ്മൾ തന്നെ നമ്മുടെ സ്നേഹിതരാന്ന് പറയുമ്പോൾ തന്നെ അവർ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ കുറ്റം പറയുന്ന ആളുകളുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അവരിൽ നിന്ന് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വന്നാലും അവരെ നമ്മൾ സ്നേഹിക്കുക. മനുഷ്യനാണ്, നമ്മെല്ലാം മനുഷ്യനാണ്. എല്ലാ മനുഷ്യരിലും കുറ്റങ്ങളും കുറവുകളുമുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെന്നിരിക്കാം, ചെയ്തെന്നിരിക്കാം. പക്ഷെ എന്ത് ചെയ്യണം? അവൻ യഥാർത്ഥ സ്നേഹിതനാണെങ്കിൽ ആ കുറ്റങ്ങൾ മറന്നുകൊണ്ട് നമ്മളെ സ്നേഹിക്കും, നമ്മുടെ കുറ്റങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സ്നേഹിക്കും. ഇതുപോലെ തന്നെ നാം പരസ്പരം സ്നേഹിക്കണം. കാരണം 64-ാം വാക്യത്തിലേക്ക് സമയം പോയല്ലോ. 64-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശം. ഭൂമിയിൽ നിറയെ ദൈവം ദയ കൊണ്ട്, ഭൂമി മുഴുവൻ ദയ കൊണ്ട് നിറഞ്ഞ വചനത്തിൽ കൂടെ എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാത്ത, കർത്താവിൻ്റെ ശിഷ്യന്മാരോട് തന്നെ ഉപമ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. അവർ രാത്രി എന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നീ പറഞ്ഞ ഈ ഉപമ എന്താണ്? ഞങ്ങൾക്കത് മനസ്സിലായില്ല. പിന്നീടാണ് കർത്താവ് എന്ത് ചെയ്തത്? അവരോട് വിവരിച്ചു കൊടുത്തത്. ഇതുപോലെ നമ്മൾക്ക് ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം നാം കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് പലതും മനസ്സിലായില്ല എന്ന് വരും. എന്നാൽ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, അങ്ങനെ അങ്ങയുടെ ചട്ടങ്ങളൊന്ന് പഠിപ്പിക്കണമേ. അതിന് പല മാധ്യമങ്ങളുണ്ട്. ദൈവവചനം കേൾവിയിലാകാം, ദൈവവചനം വായനയിലായിരിക്കാം, പ്രവാചകന്മാരിൽ കൂടി ആയിരിക്കാം, പല അനുഭവങ്ങൾ കൂടി ആയിരിക്കാം, സ്വപ്നത്തിൽ കൂടി ആയിരിക്കാം, ദർശനത്തിൽ കൂടി ആയിരിക്കാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു? ദൈവം നമ്മളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയാകും. രാത്രി കാണുന്ന സ്വപ്നമല്ല ദർശനം, ദർശനമല്ല സ്വപ്നം, രണ്ടും രണ്ടാണ്. സ്വപ്നം നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതാണ്. നമ്മൾ ദൈവവുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കുന്ന ആ സന്ദർഭത്തിൽ ദൈവം നൽകുന്നതാണ് ദർശനം. അപ്പോൾ നോക്കുക, ഇവിടെ യഹോവേ, ഭൂമി നിന്റെ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു, നിന്റെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് നമുക്ക് പറയാം, അങ്ങൻ്റെ ഓഹരിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങയോട് കൃപയ്ക്കായി യാചിക്കുന്നു. എൻ്റെ കാലുകളെ ഞാൻ അങ്ങയുടെ സാക്ഷ്യത്തിലേക്ക് തിരിക്കുന്നു. അങ്ങയുടെ വചനം പ്രമാണിക്കാൻ ഞാൻ ബന്ധപ്പെടുന്നു. ശത്രുവിൻ്റെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, എങ്കിലും ഞാൻ നിൻ്റെ വചനത്തെ മറക്കുന്നില്ല. നിന്നെ നീതിയുള്ള ന്യായവിധികൾക്കായി സ്തോത്രം ചെയ്യും. നിന്റെ വചനത്തിനനുസൃതമായി സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ഞാൻ നിന്നെ ഭയപ്പെടുന്നവരെയും നിന്റെ പ്രമാണങ്ങളെയും അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹിതന്മാരാകുവാൻ തക്കവണ്ണം കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ ഉപദേശങ്ങൾ എന്നോട് പറയണമേ എന്ന് നമുക്ക് ഈ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയും. നമുക്ക് ഈ പകൽക്കാലം ദൈവം നമ്മളോട് സംസാരിച്ച്, കർത്താവ് നമ്മുടെ ഓഹരിയാണ്, കർത്താവ് നമ്മുടെ സ്നേഹിതനാണ്, കർത്താവ് നമ്മൾക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നവനാണ്. അതുകൊണ്ട് ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ദൈവവചനമല്ലാതെ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നാം എപ്പോഴും പരിശോധിക്കണം, ദൈവവചനത്തിനനുസൃതമല്ലാത്ത ഒരു ഉപദേശം നമുക്കുണ്ടാകരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കണം. അതിനുള്ള അനുവാദം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്.
ബറോവയിലുള്ള വിശ്വാസികൾ എന്ത് ചെയ്തു? അവർ വചനം പൗലോസ് പറഞ്ഞിട്ട് അവർ പരിശോധിച്ച പുള്ളികളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും എന്ത് ചെയ്യണം? വചനം പരിശോധിക്കണം, ക്രിസ്തുവിൽ കൂടുതൽ അടുത്ത് ജീവിക്കണം. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത്രയും സമയം ദൈവവചനം കേട്ടിരുന്ന എല്ലാവരെയും കർത്താവിൽ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് സാക്ഷ്യങ്ങൾക്കുള്ള അവസരമാണ്.